ഹേ ഹായ് ഗൈസ് അവതാർ 1-2 തുടർന്ന് ഇനി വരാനിരിക്കുന്ന മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. സോ ഈ മൂവിയിൽ കാണിച്ച ആഷ് പീപ്പിളിനെ പറ്റി അത്ര വലിയ ധാരണയൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഇവരുടെ ഓറിജിൻ എന്താണ്, നമ്മുടെ ഒംറ്റിക്കായ് നാവീസും ഈ ഹാഷ് നാവീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് അവരുടെ ഓറിജിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് അവരുടെ പേരറിയണം. അപ്പോൾ ഈ ക്ലാനിന്റെ പേരാണ് മാംഗോൺ. ഈ മാംഗോണിന്റെ അർത്ഥം എന്താണെന്നൊന്നും എവിടെയും പറയുന്നില്ല. ബട്ട് നമ്മൾ അറിഞ്ഞിടത്തോളം ഈ പേരിന്റെ അർത്ഥം ഹാഷ്, ചാരം എന്നൊക്കെ നമുക്ക് പറയാം. സോ അപ്പോൾ നമുക്കുള്ളൊരു ഡൗട്ടായിരിക്കും, എന്തിനാണ് ഇവർ ഇത്രയും ബ്രൂട്ടലായിട്ടും ഇത്ര ടെററായിട്ടും ലൈക്ക് ഫുൾ വയലൻസ് നിറഞ്ഞൊരു ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അത് എന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഹാഷ് പീപ്പിൾസ് ഒരു ആക്റ്റീവ് വാൾക്കനന്റെ അടുത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ബട്ട് ഇവരുടെ തുടക്കം ഇതാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇവരും നമ്മുടെ ജാക്സിലി, നെത്തിരിയൊക്കെ പോലെ ഒരു ഒംറ്റിക്കായ പീപ്പിൾസ് തന്നെയായിരുന്നു. സെയിം ഇവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയായിരുന്നു തുടക്കത്തിൽ ഈ ഹാഷ് പീപ്പിളും ജീവിച്ചിരുന്നത്. ഈ ഹാഷ് പീപ്പിൾസിനും ആദ്യകാലത്ത് എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് പ്രകൃതി, എയ്വേർഡുള്ള ഒരു കണക്ഷൻ, ഹോം ട്രീനെ പറ്റി അറിയാലോ. അവതാർ വണ്ണിൽ കാണിക്കില്ലേ ഒരു വലിയ മരം, നമുക്ക് വീടൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് ആ മരം. പക്ഷെ ഒരു ദിവസം ഇവരുടെ ഹോം ട്രീയുടെ അടുത്തുള്ള ബാൽക്കനോ അഗ്നിപർവ്വതം ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. അവതാർ വണ്ണിൽ ഒംറ്റിക്കായ പീപ്പിൾസിന്റെ ഹോം ട്രീ നമ്മുടെ RDA സെക്യൂരിറ്റി ഫോഴ്സും കേണൽ കോറേജും നശിപ്പിക്കില്ലേ, അതുപോലെ അവിടെ മനുഷ്യന്മാരെ അത് നശിപ്പിച്ചെങ്കിൽ ഇവിടെ പ്രകൃതി ഇവരുടെ ഹോം ട്രീ നശിപ്പിച്ചു. സോ ഇതിൽ രക്ഷപ്പെട്ട കുറച്ച് നാവീസാണ് ഇപ്പോൾ ഉള്ള മാംഗോൺ ക്ലാൻ. ഈ നാവീസും നമ്മുടെ ഒംറ്റിക്കായ നാവീസും തമ്മിൽ നിറയെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇവർക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. ഒംറ്റിക്കായ പീപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യവും ഈ ഹാഷ് പീപ്പിൾസ് ഫോളോ ചെയ്യില്ല. അത്രയ്ക്കും വെറുപ്പായിരിക്കും ഇവർക്കെല്ലാവരോടും. അതുകൊണ്ടായിരിക്കും ട്രെയിലറുടെ അവസാനത്തിൽ യുവർ ഗോഡ് ഹാസ് അതായത് നിന്റെ ദൈവത്തിന് ഇവിടെ പവറൊന്നുമില്ല, ശക്തിയൊന്നുമില്ല എന്നുള്ള രീതിക്കായിരിക്കും അവരത് പറയുക. കാരണം തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, തങ്ങൾ വണങ്ങുന്ന ദൈവം ഇവരെ രക്ഷിച്ചില്ല. അതുകൊണ്ട് ഇവരും ദൈവത്തോട്, അവിടെയുള്ള ഏവയോട് കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഒംറ്റിക്കായ നാവീസും ഹാഷ് നാവീസും ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒംറ്റിക്കായ നാവീസ് പ്രകൃതിയുമായും തങ്ങളുടെ ദൈവമായ ഏവയുമായും കണക്ട് ആയിട്ടായിരിക്കും ജീവിക്കുക. ബട്ട് ഈ ഹാഷ് പീപ്പിൾസിനെ എടുത്ത് നോക്കിയാൽ പ്രകൃതിയുമായും ദൈവവുമായിട്ടൊന്നും കണക്ഷൻ ഇല്ലാത്ത പോലെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒംറ്റിക്കായ പീപ്പിൾസ് അവതാർ വണ്ണിൽ ജാക്ക് തന്റെ സെൽഫ് ഡിഫൻസിന് വേണ്ടി കത്തിച്ച തീപ്പന്തം പെട്ടെന്ന് തന്നെ അണയ്ക്കുന്നത് നമുക്ക് കാണാം. കാരണം അവർ തീ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഇവിടെ ഈ ഹാഷ് പീപ്പിൾസിനെ എടുത്ത് നോക്കിയാൽ ഇവരുടെ ആയുധം തന്നെ ഫയർ ആണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ ഒംറ്റിക്കായ പീപ്പിൾസ് പ്രകൃതിയെ റെസ്പെക്ട് ചെയ്ത് അവരുടെ ദൈവമായ ഏവയും റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരായിരിക്കും. ബട്ട് ഈ ഹാഷ് പീപ്പിൾസിനെ എടുത്ത് നോക്കിയാൽ പ്രകൃതിയെയോ ദൈവത്തെയോ റെസ്പെക്ട് ചെയ്യാതെ തനതായ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആൾക്കാരായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. സോ അപ്പോൾ ഇവരെ ഒരു പ്യൂർ വില്ലൻസ് ആയിട്ടാണോ കാണിക്കുക എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വില്ലൻസ് ആവുന്നത് അവരുടെ ചോയ്സ് അല്ല, മറിച്ച് അവരുടെ ഒരു സാഹചര്യമാണ്. ഉദാഹരണത്തിന് ജാക്സിലി ഒംറ്റിക്കായ പീപ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഫയർ ക്ലൈൻ ലീഡറും തന്റെ ട്രൈബായ മാംഗോൺ ക്ലൈനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അവർക്ക് ഒരു കുടുംബം, സംസ്കാരം എല്ലാം ഇപ്പോഴും ഉണ്ടാവും. അവരുടെ ലോകം ഒരിക്കലും ജാക്സിലിയുടെ ലോകം പോലെ പീസ്ഫുൾ ആയിരിക്കില്ല. എന്തായാലും ഇനി ജാക്സിന് മനുഷ്യന്മാർ മാത്രമല്ല, നാവീസ് കൂടിയായിരിക്കും ശത്രുക്കൾ. അപ്പോൾ ഈ ക്ലാനിന്റെ ലീഡറിന്റെ പേരാണ് വറാങ്ക്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ അവതാർ മൂവികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിലർ ചുമ്മാ തീ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് മൂവി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഇവരെ പറ്റി സംസാരിക്കാം. ആൻഡ് ഈ മൂവിയിൽ വേറൊരു ക്ലാനും കൂടി ഉണ്ട്. അതിനെപ്പറ്റി എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാവും. സോ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ ഹോളിവുഡ് പാക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.